എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പ്രിയ, ഏട്ടന് നിനക്ക് വേണമെങ്കിൽ അമ്മ പറയുന്നത് കേട്ടുന്നാലേ നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. കാവ്യ പറഞ്ഞു. പ്രിയ സുമതിയെ നോക്കി. അവർ കണ്ണടച്ച് നിന്നു. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളു? അമ്മ ഈ വീടുണ്ടായിരുന്നിട്ടൊരു വാക്ക് പോലും പറയാതല്ലേ എല്ലാവരും കൂടി പോയത്? ഞങ്ങളാർക്കും ഒരു വിലയില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഏട്ട ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ എല്ലാം ഇട്ടേച്ച് പോയത് ആന്റിയും അങ്കിളും ആരിയും. അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞല്ലോ. സ്വന്തം മകൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏത് അമ്മയുടെ മനസ്സിൽ സ്വന്തം മക്കളുടെ മുഖേ വരൂ. ആന്റിയുടെ അവസ്ഥയിൽ ആന്റി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഓ, അവൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനെങ്ങനെ ഓടുന്നു? സുമതി പുച്ഛത്തോടെ പറഞ്ഞു. അമ്മേ, അത് ഞാൻ അവന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഉദ്ദേശിച്ച്? പ്രിയെ നോക്കി അവർ പറഞ്ഞു. കാവ്യത കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. നിങ്ങൾ രണ്ടും ഒരിക്കലും മാറില്ല. അത് വീണ്ടും വീണ്ടും തെളിയിച്ചു. ഞാൻ അവസാനമായിട്ട് പറയാം, അമ്മയുടെ വാക്ക് കേട്ടാലേ നിനക്ക് ഒരിക്കലും ഏട്ടനെ കിട്ടില്ല. എന്റെ മോള് നാളുകളായിട്ട് അവന്റെ പിറകെ നടന്ന അവ മറ്റൊരുത്തി കണ്ടപ്പോൾ അങ്ങോട്ടേ ആടി. ഇത്രയും നാൾ അവനിലും ദുഃഖം മാത്രമേ ഇവൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു നോട്ടം പോലും സ്നേഹത്തോടെ അവന് ഇവൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഏത് ബന്ധത്തിന്റെ പേരിൽ ഞങ്ങൾ അവനെ പോയി കാണണം? പിന്നെ ബന്ധുത്വം വെച്ചാണെങ്കിൽ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ. ഞങ്ങളോട് കാണിക്കുന്ന വെച്ച് അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കട്ടെ, അപ്പൊ ആലോചിക്കാം പോണോ വേണ്ടയോ എന്ന്. സുമതി പറഞ്ഞതും കാവ്യ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും അവരെ നോക്കിയിട്ട് പ്രിയ അവരുടെ കൂടെ പുറത്തേക്ക് വന്നു. കാവ്യെ, പ്രിയ വിളിച്ചതും കാവ്യ താല്പര്യമില്ലാത്തവളിൽ തിരിഞ്ഞു നോക്കി. നീ ഹോസ്പിറ്റലിലേക്ക് പോവാണോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഇത് എനിക്കങ്ങനെ ആവാൻ കഴിയില്ല. അത് ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചുകൊണ്ടല്ല. ആര്യപ്പോൾ തന്നെ ഒരു കുറവ് വരുത്താതെ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടാ. ആന്റിയും അങ്കിളൊക്കെ എന്നെ അവർക്കൊപ്പം നിർത്തി സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം എനിക്ക് എൻ്റെ ഏട്ടനോട് അവരോട് ഉള്ളതുകൊണ്ട്. നീ പറഞ്ഞില്ലേ നിന്നെ അവർ സ്നേഹിക്കുന്നില്ലെന്ന്, അതിന്റെ കാരണം ഇത് തന്നെയാ. അവരല്ല, നീ അവരെ സ്നേഹിക്കാത്ത, നിനക്ക് അവരുടെ സ്നേഹം മനസ്സിലാവാത്ത. അമ്മയുടെ വാക്കുകൾക്ക് ഇന്ന് നീ നിർത്തുന്നോ അന്ന് നിനക്ക് മനസ്സിലാവും ഇവിടെയുള്ളവരുടെ സ്നേഹം, നഷ്ടമായ സമയത്തിന്റെ വിലയും. മക്കൾക്ക് നേര് പറഞ്ഞു കൊടുക്കേണ്ടവരാ മാതാപിതാക്കള്. അവർ തന്നെ മക്കളെ തെറ്റു പറഞ്ഞ് വഴിതെറ്റിച്ചാ ഒരിക്കലും അവർക്കൊപ്പം നിൽക്കാൻ എനിക്കാവില്ല. അമ്മ ഇന്ന് എൻ്റെ അമ്മ തന്നെയാവും, പക്ഷെ ഒരിക്കലും അമ്മയുടെ വാക്കുകൾ കേട്ട് പുറകെ സഞ്ചരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ എൻ്റെ ശരികൾക്കൊപ്പമാണ്. നീ സ്വയം അങ്ങനെ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി തുടങ്ങുന്നോ അന്നേ നിനക്ക് നിന്റെ നഷ്ടാവുന്നതിന്റെ വില മനസ്സിലാവും. ഞാനൊന്ന് ഉറപ്പിച്ച് പറയാൻ പ്രിയേ, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അമ്മ പറയുന്ന കേട്ട ഒരിക്കലും നിനക്ക് ഏട്ടനെ കിട്ടില്ല. കാരണം കൈ പിടിച്ച് കൂടെ നിൽക്കുന്നവർക്കൊപ്പേ എന്തോ ആളുണ്ടാവും, അത് നീ മറക്കണ്ട. കാവ്യ അത്രയും പറഞ്ഞുകൊണ്ട് പ്രിയെ നോക്കിയതും അവൾ എന്തോ ആലോചനയിലായിരുന്നു. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ പ്രിയെ? കാവ്യ അവൾക്ക് നേരെ കൈ വീശിക്കൊണ്ട് ചോദിച്ചും പ്രിയ അവളെ നോക്കി. ലച്ചു ഹോസ്പിറ്റലിൽ നന്ദുവിന്റെ ഒപ്പം ഉണ്ടോ? പ്രിയ ചോദിച്ചും കാവ്യ കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ഏട്ടന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആദ്യത്തെ ചേച്ചിയാ. അതാടി സ്നേഹം എന്ന് പറയുന്നത്. ചേച്ചി ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഏട്ടനെ ഡിസ്ചാർജ് ചെയ്താ ചേച്ചി ഇവിടേക്കാവും വരുന്നത്. ആര് പറഞ്ഞ എന്നോട്? ഒന്നിക്കേണ്ടത് അവരാ പ്രിയ. ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് വരുത്തി അവർക്കിടയിലേക്ക് ഇനി ഇടിച്ച് കയറാൻ നിൽക്കേണ്ട. അവരെ വിട്ടേക്ക്. നിനക്ക് വേണ്ടി ഇവിടുന്ന് പോയതാ ചേച്ചി, എന്നിട്ടും നിനക്ക് ഒന്നിനും ആയില്ല. ഇനിയും വെറുതെ ഏട്ടന്റെ സന്തോഷം നീയായിട്ട് തകർക്കരുത്. കാവ്യ അത് പറഞ്ഞു പോയതും പ്രിയ അവൾ പറഞ്ഞു കേട്ട് അങ്ങനെ തന്നെ നിന്നു. സത്യത്തിൽ ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്, എനിക്കിഷ്ടമാണ്. ഞാനല്ലേ ആദ്യം സ്നേഹിച്ച്, അപ്പൊ അവൻ എനിക്കുള്ളതാ, ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. പ്രിയ സ്വയം മനസ്സിലോർത്തുകൊണ്ട് നിന്നു. മോളെ, നീ അവള് പറയുന്നൊന്നും കാര്യാക്കണ്ട. അവൾക്ക് എല്ലാവരും കൂടി കൈവശം കൊടുത്ത് വെച്ചിരിക്കുക. അതാ അങ്ങനെ. നമ്മളിപ്പോഴേ അവർക്ക് മുമ്പിൽ താണു കൊടുത്താലേ അവസാനം എല്ലാം കൂടി തലയിൽ കയറി ഇറങ്ങും. അതുകൊണ്ട് ഇപ്പോഴേ നമുക്കൊരു സ്ഥാനം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നീട് അത് കിട്ടിയെന്ന് വരില്ല. നീ വിഷമിക്കാണ്ടിരിക്കുക. എനിക്കറിയാം എന്ത് വേണമെന്ന്. അവളിങ്ങ് വരട്ടെ. ഓ അഹങ്കാരി, അവളെ എങ്ങനെ ഓടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമതി കണക്കൂട്ടിലോടെ പറഞ്ഞു. പ്രിയ അത് കേട്ട് ഒന്നും പറയാൻ മുറിയിലേക്ക് പോയി. ഇവളിനി എന്നെ തള്ളിക്കളയാനാണോ? തിരിഞ്ഞു എത്താതിരുന്ന ഭാഗ്യം. സുമതി സ്വയം പറഞ്ഞുകൊണ്ട് പോയി. എന്നാലും മോളെ, അത് വേണം. നന്ദുവിനെ ഇവിടെ വിട്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് പോവാൻ. അതും അവന് ഈ അവസ്ഥയിൽ എനിക്കാവില്ല. അമ്മ സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മയെ ഞാൻ ഏട്ടനായിട്ട് ആദ്യം സംസാരിച്ചാൽ ഇത്. ഏട്ടനും അത് തന്നെ ആഗ്രഹം. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഏട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ. ഏട്ടനായിട്ട് ചേച്ചി അടുപ്പിക്കുക ഇതേ ഉള്ളൊരു മാർഗം. ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം ചേച്ചി തന്നെ നോക്കണം. ചേച്ചി കാരനാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ മനസ്സിലൊരു വേദനയായിട്ടും കുറ്റബോധമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഏട്ടൻ്റെ കാര്യത്തിൽ ചേച്ചി ഒരു കുറവില്ലാതെ നോക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എൻ്റെ ഏട്ടന് വേണ്ടി, ഏട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ചേച്ചിയെ വേദനിപ്പിക്കാതെ വേറെ വഴിയില്ല. എല്ലാം ഓക്കെ ആകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം ചേച്ചിയോട് സോറി. അമ്മേൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി പ്ലീസ്. നമുക്ക് എന്നും ഏട്ടനെ ഒന്ന് കാണാമല്ലോ. ഇതുവഴി ചേച്ചിയെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. പ്ലീസ് അമ്മേ. ആര്യ പറഞ്ഞു. അമ്മാവിന്റെ സന്തോഷം കരുതി മനസ്സോടെ സമ്മതിച്ചു. അമ്മയും ആര്യ നടന്നു വരുന്നുണ്ടാവും. ലച്ചുവിൻ്റെ ഉള്ളിൽ വിഷമം ഉടലെടുത്തു. അമ്മയും തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന പേടിയായിരുന്നു അവളിൽ. ചേച്ചി പറയുന്നുണ്ടോന്നും തോന്നരുത്. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഏട്ടൻ സുഖാവുന്നവരെ ഏട്ടൻ്റെ എല്ലാ കാര്യവും ചേച്ചി നോക്കണം. ഞങ്ങൾക്കതിന് കഴിയാഞ്ഞിട്ടല്ല, ഏട്ടനെ പൊന്നുപോലെ ഞങ്ങൾ നോക്കും. പക്ഷെ ഇപ്പം ചേച്ചി നോക്കണം. കാരണം എല്ലാം ചേച്ചിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടാണല്ലോ. അതുപോലെ തിരിച്ചേട്ടനെ സംരക്ഷിക്കേണ്ട ചുമതല ചേച്ചിക്കാ. ഞങ്ങൾ ഈ ഏട്ടനെയും വിഷമിപ്പിച്ചിട്ട് ഇട്ടേച്ച് പോയതല്ലേ. ആര്യ പറഞ്ഞ ലച്ചു അമ്മയും നോക്കി. ആര്യ പറയുന്നതിലും കാര്യമുണ്ട്. എൻ്റെ മോനൊരു കുറവും വരാൻ നീ നോക്കണം. ഞങ്ങൾ എന്നും കാലത്തും വൈകിട്ടും വരാൻ നിനക്ക് കൂട്ടിന്. അവന് നീ കൂടെയുള്ളതാവും ആശ്വാസം. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മോനെ കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല. അമ്മ പറഞ്ഞു. ലച്ചു വേദനയോടെ അമ്മയെ നോക്കി. ഞാൻ നോക്കിക്കോളാം ഏട്ടനെ, ഒരു കുറവും വരുത്തില്ല.
ലച്ചു പറഞ്ഞതും ആര്യയുടെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. അത് കേട്ട് അമ്മക്ക് സന്തോഷമായെങ്കിലും ഉള്ളിലൊരു വേദനയുണ്ടായിരുന്നു. അത് അവന് വേണ്ടി അമ്മ സ്വയം സഹിക്കാൻ തീരുമാനിച്ചു. അച്ഛനും സന്തോഷമായി. ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റാനാവൻ പറയുന്നത്. അവിടെ ആവുമ്പോൾ അവനുണ്ടല്ലോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ. ഇവൾക്കൊരു കൂട്ടുമാവും. എന്നാ പിന്നെ അങ്ങനെ മതിയേട്ടാ. ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എത്രയും വേഗം റെഡിയാക്കണം. ഇന്ന് തന്നെ അങ്ങോട്ട് മാറാം. അമ്മയെ അനുകൂലിച്ചതും ആനന്ദിനെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. ലച്ചുവിന്റെ അഭിപ്രായം അറിഞ്ഞതും ആനന്ദും ഹാപ്പിയായി. ഏട്ടാ, ചേച്ചിയെ നല്ലോണം പിടിച്ചോണം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരിക്കണം, കേട്ടല്ലോ. എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞൊരു ഗുണമെങ്കിലും ഉണ്ടാവും. അത് ഞാൻ ഏറ്റു. എന്തായാലും ഇതുകൊണ്ട് ഇങ്ങനൊരു ഉപയോഗമെങ്കിലും ഉണ്ടാവട്ടെ. അവളുടെ ഉള്ളിൽ ഞാനുണ്ട് മോളെ. അതിന് അവൾക്ക് കൂടി ബോധ്യമാവണം. അതിനുള്ളതൊക്കെ ഞാൻ ശ്രമിച്ചോളാം. പിന്നെ ഇനിയോരോന്ന് പറഞ്ഞ അവളെ വേദനിപ്പിക്കണ്ട കേട്ടോ. അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഇത്ര പെട്ടെന്ന് മറിയണ്ണ ചാടി എൻ്റെ ഏട്ടൻ. എല്ലാം സെറ്റാകുമ്പോൾ ഞാൻ പുറത്താവോ? ബോഡി അവിടെ നിന്ന് വെറുതെ പറഞ്ഞ ഏട്ടാ. അങ്ങനെയൊന്നും ആരെയും തരം തിരിച്ച് കാണാൻ എൻ്റെ ഏട്ടനാവില്ലെന്ന് എനിക്കറിയാം. ഏട്ടൻ്റെ സന്തോഷമാണ് ഈ കുഞ്ഞിപ്പങ്ങളുടെ സന്തോഷം. ചേച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇനി ഒന്നും പറഞ്ഞാൽ ചേച്ചിയെ വേദനിപ്പിക്കില്ല. പിന്നെ രണ്ടും ഒന്നായി കഴിയുമ്പോൾ ഇതുകൂടി അങ്ങ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയേക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ആരെന്ന് പറഞ്ഞു ആര്യയോട് ചിരിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഹോസ്പിറ്റൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് കാവ്യ വന്ന്. അവളെ കണ്ട് ലച്ചുവയുടെ പുറകിലേക്ക് നോക്കി. അത് കണ്ടത് കാവ്യയുടെ അടുത്തേക്ക് വന്ന്. ഏട്ടനെങ്ങനെയുണ്ട് ചേച്ചി? എവിടെ എല്ലാവരും? അകത്തുണ്ട്. അല്ല, നീ ഒറ്റക്കാണോ വന്ന്? പ്രിയ ആരും വന്നിട്ടില്ല. വിളിച്ചു നോക്കി. എന്നിട്ട് അമ്മ പറയുന്നത് കേട്ടിരിക്കുക. അവൾ ഒരിക്കലും മാറില്ല ചേച്ചി. ഞാൻ ഏട്ടൻ കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് കാവ്യ അകത്തേക്ക് പോയതും ലച്ചു അവിടെ തന്നെ നിന്നു. കാവ്യയെ കണ്ടതും ആനന്ദ് ആര്യയെ നോക്കി ചിരിച്ചു. അവളെ കണ്ടതും ആനന്ദ് ബാക്കിലേക്ക് നോക്കി. നോക്കേണ്ട ഏട്ടാ, ഞാൻ ഒറ്റക്കാ. ആൾ പറഞ്ഞു. അവർ രണ്ടത് കേട്ട് സമാധാനത്തോടെ നെഞ്ചത്ത് കൈവച്ചു. ഇത്രയേ ഉള്ളായിരുന്നു. ഞാൻ കരുതി ഏതാണ്ട് നല്ലോണം പറ്റിയിട്ടുണ്ടെന്ന്. ഇത് 2 ദിവസം കൊണ്ട് മാറും. കാവ്യ കളിയാക്കി പറഞ്ഞു. ആനന്ദ് അത് കേട്ട് അവളെ തുറിച്ച് നോക്കി. നീ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കല്ലേ. ഇത് 1 മാസം വരെയൊക്കെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. നീ പറഞ്ഞ് ഇല്ലാതാക്കല്ലേ. വേണി ആ പുറത്തേക്ക് നിന്നോട് കൂട്ടി പറഞ്ഞു. ഒട്ടും കുറക്കണ്ട. എടാ കള്ള ചേട്ടാ, അങ്ങനെ ചുളിവിൽ ചേച്ചിയെ കൂടെ നിർത്താൻ പറ്റിയ അവസരം അത് മുതലാക്കി അല്ലേ? പിന്നില്ലാതെ. അവളുടെ മനസ്സിൽ കയറിയിട്ടേ ഉള്ളൂ ഇനി ബാക്കി എന്തു. അല്ല, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന് എന്റെ സഹോദരിക്ക് എന്ത് പറ്റി? മരിച്ചു നീതി വേറെ ചെക്കൻ വളക്കാൻ പോയോ? അതോ നെഞ്ചത്തടിച്ച് കരച്ചിലോ? അവളും ആന്റി അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവും സന്തോഷം കൊണ്ട്. തനിക്ക് കിട്ടാത്ത വേറെ ആൾക്ക് കിട്ടാൻ പാടില്ലെന്ന ചിന്തയാ രണ്ടിനും. ആര്യ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും കാവ്യ നടന്നെല്ലാവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആന്റിക്ക് സന്തോഷം മാത്രമേ കാണൂ. പ്രിയ പിന്നെ നിന്റെ അമ്മയുടെ കളിപ്പാവയാ. കഷ്ടം. എന്നാലും വരാത്ത നന്നായി. കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് വരും മുന്നേ അവരോടൊന്ന് പറഞ്ഞുവിടെ എന്തെങ്കിലും വഴി നോക്കണം. അത് വേണ്ട മോളെ, പ്രിയ അവിടെ ഉണ്ടാവണം. അതെന്റെയോ ആവശ്യമാണ്. ഏട്ടൻ എന്ത് ഈ പറയുന്നത്? അവൾ അവിടെയുള്ള ഏട്ടന് ഇഷ്ടമില്ലാത്തല്ലേ? അതെ, പക്ഷേ ഇനി അവൾ അവിടെ ഉണ്ടാവണം. ഞങ്ങൾ ഒന്നാവുന്ന കണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോകണം. അതാ നല്ലത്. അത് നിന്റെ അമ്മയ്ക്ക് അവൾക്കൊരു പാടാവണം. വാശി കൊണ്ടൊന്നും നേടാനാവില്ലെന്നും സ്നേഹം അങ്ങനെ പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലെന്നും അവരറിയണം. അറ്റ്ലീസ്റ്റ് പ്രിയെങ്കിലും അത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഭാവിയെ നശിക്കും. ആനന്ദ് പറഞ്ഞതും ആര്യയും കാവ്യ അത് ശരിവെച്ചു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ആനന്ദിനെ അവിടുന്ന് ആദ്യം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആദ്യം വന്ന് അവനെ ചെക്ക് ചെയ്തു. 1-2 ആഴ്ച അവിടെ കിടക്കണം. എന്നിട്ട് നോക്കിയിട്ട് ബാക്കി ആലോചിക്കാം. വേണ്ടി വന്നാൽ അതിൽ കൂടുതലും കിടക്കേണ്ടി വരും. എന്തായാലും കുറച്ച് നാൾ നല്ല റെസ്റ്റ് ഉണ്ടാവണം. അതൊക്കെ എനിക്ക് ഓക്കെയാ. പറഞ്ഞത് ആദ്യം ലച്ചുവിനെ തിരിച്ചു നോക്കി. അപ്പോഴും അവൾ ടെൻഷൻ അടിച്ച് വല്ലാണ്ട് നിൽക്കുകയാണ്. കിടക്കുന്നത് കൊള്ളാം, എവിടെയാണെന്ന് കൂടി ഓർത്തിട്ട് മതി ബാക്കി. ആദ്യം പറഞ്ഞു കേട്ട് അവൻ ചിരിച്ചു. ഇവിടെ എല്ലാവരും വേണ്ടമ്മേ, ലച്ചുവിടെ നിൽക്കുമല്ലേ, ഞാനുണ്ടല്ലോ, ഫുഡ് ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണാൻ തോന്നുന്നു വന്നാൽ മതി. ആദ്യം പറഞ്ഞു. ആനന്ദ് അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞു ഒന്നുകൂടി അവരെ സമാധാനിപ്പിച്ചു. എല്ലാം നിനക്ക് വേണ്ടിയാ, നീ പറഞ്ഞിട്ടാ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ പോകുന്നു. അച്ഛൻ വിഷമത്തോടെ പറഞ്ഞു. അമ്മ അവനെ നോക്കി നെറ്റിയിൽ തടവി സമാധാനിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. മനസ്സില്ലാ മനസ്സോടെ എല്ലാം ലച്ചുവിനെ ഏൽപ്പിച്ചിറങ്ങി. ആരെയും കാവ്യയും അവന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പോയി. എല്ലാവരും പോയതും അവൻ അവളെ നോക്കി. എല്ലാവരും പോകുന്ന കണ്ട് ലച്ചു അവരുടെ കൂടെ ചെന്നു. ഡോറ് കഴിഞ്ഞ് അവർ പോയതും കാവ്യ ആര്യയും ആദിയുടെ കയ്യിൽ തൂങ്ങി നടന്നു പോകുന്ന കണ്ട് അവളൊന്ന് ചിരിച്ചു. അവര് പോയതും ലച്ചു അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ കൂടുതൽ ആവശ്യത കാണിച്ച് കിടന്നു. എറിഞ്ഞൊടച്ച് പൊട്ടിക്കൈ നിന്റെ അച്ഛൻ ശങ്കർ വാങ്ങി വെച്ചല്ലേ തോന്നും. കാർത്തികിന്റെ പെരുമാറ്റം കണ്ട് ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. ആനന്ദിനെ കിട്ടാത്തുള്ള ദേഷ്യം അവൻ വീട്ടിൽ വന്ന സാധനങ്ങൾ എറിഞ്ഞുടച്ച് തീർത്തു. ദേ കൊച്ചച്ഛനാണോ വലിയച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. മര്യാദക്ക് മിണ്ടാതിരുന്ന നിങ്ങൾ കൊള്ളാം. കാർത്തിക് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു. എത്ര നാളെന്ന് വെച്ചാ ഇതൊക്കെ സഹിക്കുന്നു കേൾക്കുന്നു. നീയൊക്കെ കാരണം ഞങ്ങൾ കുറെ അനുഭവിച്ചു, എന്റെ മോളും. ഇനിയും സഹിക്കാനാവില്ല, ഇന്ന് ഇറങ്ങിക്കോണല്ല വീട്ടിൽ നിന്ന്, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. അതേന്ന് പറച്ചിലായിട്ടാ ഇത്. വെറുതെ ഒന്നുമല്ല ഞങ്ങളിവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് അതിന് വേണ്ട പകരൊരു സഹായം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതെന്നൊക്കെ മറന്നുപോയോ? ഞങ്ങളിവിടുന്ന് ഇറങ്ങുന്ന നിമിഷം എല്ലാവരും അറിയും. ഏട്ടാ വേണ്ട, ഒന്നും പറയണ്ട. അവരിവിടെ നിന്നോട്ടെ, ഒന്നും വേണ്ട. വാ
എന്റെ കൂടെ വാ. ഗൗരിയുടെ സംസാരം കേട്ടതും രാധിക പേടിച്ച് ഗിരിയെ വലിച്ച് അകത്തേക്ക് നടന്നു. അത് കണ്ടതും ഗൗരി പൂച്ചത്തോടെ ചിരിച്ചു. ഇത്രയേ ഉള്ളൂ ഇതുങ്ങള്. ഇന്നല്ലെങ്കിൽ നാളെ അവളെ നമുക്ക് കിട്ടും. നീ ഇങ്ങനെ കിടന്ന് ദേഷ്യം കൂട്ടി ഒരു അസുഖം പിടിച്ച് വെക്കരുത് മോനെ. ഗൗരി മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നിശബ്ദനായിട്ട് ഇരിക്കുകയായിരുന്നു ശങ്കർ. അവളെന്റെ സമാധാനം കളയുന്നത് അവളൊരുത്തി. വെറുതെ വിടില്ല ഞാൻ അവളെ. വെറുപ്പ് എനിക്ക് അവളോട്. അവളെ സംരക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയാം. ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. അവൻ ആ ആനന്ദ് ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അതവന്റെ ആയുസിന്റെ ഭാഗ്യം. എത്ര നാൾ അവൻ രക്ഷപ്പെടും എനിക്കറിയാം. അവളെ എന്നെ തേടി വരാനുള്ള വഴി. അവളെ തേടി അവനിവിടെ എത്തും. രണ്ടിനെയും നരകിപ്പിക്കും ജന്മം മുഴുവൻ. കാർത്തിക് ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും മാത്രമേ ഇവർ ഭയപ്പെടാൻ എന്താ കാര്യം? ആൻഡ് പറഞ്ഞപ്പോൾ മുഖം വിളറി വെളുത്തല്ലോ. സന്ദീപ് കുറച്ചു മുമ്പ് സംഭാഷണം ഓർത്തുകൊണ്ട് പറഞ്ഞു. അത് പുറത്തുനിന്നുള്ളവർ അറിയണ്ട. നീ നിന്റെ കാര്യം നോക്കിയേ. ഗൗരി അവനോട് ചൂടായിക്കൊണ്ട് പറഞ്ഞു. എന്നോട് ചൂടായിട്ടെന്ത് കാര്യം? ഞാനൊരു സംശയം ചോദിച്ചല്ലേ. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമില്ല വേണ്ട. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന അതല്ല. സന്ദീപ് പറഞ്ഞു. കാർത്തികും ഗൗരി അവനെ നോക്കി. ആരും അധികം സഞ്ചരിക്കാത്ത വഴിയാ അത്. എന്നിട്ടും എങ്ങനെ അത്രയും വണ്ടി അത് വഴി വന്നു എന്നാ എന്ന് ഞാനും ആലോചിക്കായിരുന്നില്ല. എങ്ങനെയാലും ഒരിക്കലും അവൻ എനിക്ക് തന്നെ കിട്ടും. കാർത്തിക് പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നിനക്കൊപ്പം എന്റെ ആൾക്കാരെ കൂട്ടിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വാളിച്ച വരില്ലായിരുന്നു നിന്റെ പ്ലാനില്. ശങ്കർ അത് പറഞ്ഞ് എഴുന്നേറ്റ് പോയതും കാർത്തിക് അത് കേട്ട് പല്ലിയരിച്ചു. നീ അതൊന്നും കേൾക്കണ്ട. എല്ലാം നമ്മൾ ആഴ്ച പോലെ നടക്കാൻ പോകുന്നു എന്ന് നിന്റെ അച്ഛൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് ആ വീണ്ടും കൈവിട്ടു എന്ന് കേട്ടപ്പോഴുള്ള വിഷമം കൊണ്ട് പറഞ്ഞു. നീ സമാധാനിക്കുക. തൽക്കാലം ഇനി ഉടനെ ഒന്നിനും ഇറങ്ങണ്ട. അവരെങ്ങാനും കേസ് കൊടുത്താൽ കൂടുതൽ പ്രശ്നമാവും. കുറച്ച് കഴിയട്ടെ. എല്ലാം ശാന്തമായി എന്ന് കരുതി അവർ സമാധാനിക്കുമ്പോൾ ആ സമാധാനം തകർത്തുകൊണ്ടാവണം ഇനി നീ ഇറങ്ങാൻ. അവിടെ പാളിച്ചവരെ അനുവദിക്കരുത്. എനിക്കറിയാം. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ കളിക്കണമെന്ന്. ആര് വെച്ച് കളിക്കണമെന്ന് ഞാനല്ല. ഇനി അവളെ എന്നെ തേടി വരുന്നത് ഞാൻ വിളിക്കുന്ന സ്ഥലത്തേക്ക്. അമ്മ നോയിക്കോ. മനസ്സിൽ അടുത്ത ലക്ഷ്യം മെനഞ്ഞുകൊണ്ട് അവൻ സന്ദീപിനെയും കൂട്ടി ബാറിലേക്ക് ഇറങ്ങി. എത്ര നാളെന്ന് വെച്ചാ രാധിക ഇതൊക്കെ സഹിക്കുന്നത്? എനിക്ക് മടുത്തു. ഗിരി വേദനയോടെ പറഞ്ഞു. അറിയാ ഏട്ടാ, സ്വന്തം വീട്ടിൽ മറ്റുള്ളവരെ കീഴിൽ പേടിച്ച് കഴിയേണ്ടി വരുന്ന സഹിക്കാനാവുന്നില്ല. പക്ഷെ ഒരു എടുത്തിയാട്ടം നമ്മൾ കാട്ടിയ അത് നശിക്കുന്ന നമ്മുടെ മോളുടെ ജീവിതം. അവളെ ആവും നഷ്ടാവുന്നു. നമുക്ക് വലുത് അവളല്ലേ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അതുവരെ എല്ലാം സഹിക്കണം നമ്മുടെ മോൾക്ക് വേണ്ടി. രാധിക കരഞ്ഞോണ്ട് പറഞ്ഞു. ഗിരി വേദനയോടെ അവരെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. അയാളുടെ മനസ്സിൽ വെറും 2 മാസം പ്രായം മാത്രമുള്ള ഒരു കുരുന്നിന്റെ മുഖം തെളിഞ്ഞു വന്നു. എല്ലാവരും പോയിട്ടും ഓരോന്നോർത്ത് മൗനമായിരിക്കുന്ന ലച്ചുവിനെ കണ്ടതും ആനന്ദ് അവളെ ചൂളമടിച്ച് വിളിച്ചു. പെട്ടെന്ന് ശബ്ദം കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇങ്ങനെ ഇരിക്കാനാണോ നീ ഇവിടെ എന്നെ നോക്കി നിൽക്കാന്ന് പറഞ്ഞ്? ഇതിനായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതിയായിരുന്നു. എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. നീ നിൽക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാവൂലെന്ന് കരുതി ഞാനും സന്തോഷിച്ചു. ഏട്ടൻ എന്താ വേണ്ടത്? ഞാൻ ആദ്യം തന്നെ വിളിക്കണോ? ബെസ്റ്റ്. അതിനാണല്ലോ നിന്നോട് നിർത്താൻ പറഞ്ഞ്. അവൾ ചോദിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവനവിടെ ഒരുപാട് ജോലി തിരക്കുണ്ട്. ഞാൻ പറഞ്ഞത് നിന്റെ കാര്യ. എന്റെ ബോറടി മാറാൻ നീ സംസാരിച്ചാൽ മതി. എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങൾ ചെയ്യാനല്ലേ നീ ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഏട്ടൻ പറഞ്ഞ അതുപോലെ ചെയ്യാം. എനിക്കറിയില്ല ഒന്നും. ഇതുവരെ ഇങ്ങനെ ആരെയും പരിചരിക്കാൻ ഞാൻ നിന്നിട്ടില്ല. അത് സാരല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അവൻ പറഞ്ഞു കേട്ട് അവൾ തലവിളിക്ക്. തൽക്കാലം നീ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഒന്ന് മസാജ് ചെയ്ത് തന്നാൽ നന്നായിരുന്നു. അവൻ പറഞ്ഞു കേട്ട് അവൾ അതീട്ട് അവനെ ദയനീയമായി നോക്കി. എന്താ നോക്കുന്നത്? എന്നെ നോക്കാന്ന് പറഞ്ഞാൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനല്ല. ഇങ്ങനെയുള്ളതല്ല അതിൽ പെടും. എനിക്ക് ഫുഡ് തരുന്നത്, എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോകുന്നത്, ഫുഡ് കഴിപ്പിക്കുന്നത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയല്ല. അവൻ പറഞ്ഞു. ലച്ചുവാക്കി കേട്ട് ഉമിനീരിറക്കി കിളിപാറി അവനെ നോക്കി. ഇതൊക്കെ ഞാനെങ്ങനെയാ? നീ തന്നെ ചെയ്യണം. പതിയെ ശീലായിക്കോളും. ഇപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യ. അവൻ പറഞ്ഞു. അവൾ മടിച്ച് അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. ആനന്ദ് തലപതി അവളുടെ മടിയിലേക്ക് വെച്ചതും അവൾക്ക് വല്ലാത്ത പരവേശവും ടെൻഷനൊക്കെ ആവാൻ തുടങ്ങി. ലച്ചുവിന്റെ നെറ്റിയൊക്കെ വിയർത്തു വരുന്ന കണ്ടതും അവൻ മനസ്സിൽ ചിരിച്ചു. അവൾ വിറച്ച് അവന്റെ നെറ്റിയിൽ പതിയെ തടവാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടതും ലച്ചു ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തു ചേട്ടാ? വേദനിച്ചോ? സോറി, ഞാൻ അറിയാതെ. നീയൊന്നും ചെയ്തില്ല. തല വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എന്നാ ഞാൻ ബെഡിലേക്ക് കിടത്താം. ആൾ പറഞ്ഞതും അവനെ സമ്മതിച്ചു. ലച്ചുവയുടെ മടിയിൽ നിന്ന് തലപതിയെ ബെഡിലേക്ക് പിടിച്ചു വെച്ചു. ആദ്യം എന്നെ വിളിക്കാൻ ഞാൻ. അതൊന്നും വേണ്ട. തലക്ക് മുറിവറ്റിയുണ്ടാ വേദന. നീ തടവിയാൽ മതി, മാറും. സ്നേഹം കൊണ്ട് മാറാത്ത ഒന്നുമില്ലല്ലോ. അവനവളെ കണ്ണിൽ നോക്കി പറഞ്ഞു. ലച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അത് കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കിടന്നു. അവൾ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് പതിയെ തടവാൻ തുടങ്ങി. അവൻ മയങ്ങുന്ന കണ്ടതും ലച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവന്റെ മുഖം കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടവും വാത്സല്യം അവനോട് തോന്നി. അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ആഗ്രഹിക്കാത്ത പോലെ അത് നോക്കി അവൾ ഇരുന്നു. എന്തൊരു പാവയേട്ടൻ. അവന്റെ മുഖത്ത് തല ഓടിക്കൊണ്ട് അവൾ പറഞ്ഞതും ഉറക്കത്തിൽ അവനൊന്ന് ചിരിച്ചു. അത് കണ്ടതും അവൾ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റി.
എന്താ ചെയ്തെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. ലച്ചു അവനെ ഉണർത്താ അവിടുന്ന് മാറി അവന്റെ തൊട്ടടുത്തായി ചെയറിലിരുന്ന് താടിക്ക് കൈ കൊടുത്ത് അവനെ തന്നെ നോക്കിയിരുന്നു. ഇങ്ങനെ ഒരു വിവരക്കേട് നിങ്ങൾ മാത്രമേ കാണിക്കൂ പല്ലവി. നിങ്ങൾക്ക് ഏത് കാലത്താ ജീവിക്കുന്നത്? കഷ്ടം തന്നെ. നാട്ടുകാർ അറിഞ്ഞ് ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആർക്കറിയാം? നിങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ചിട്ട് തന്നെയാണോ അവളെ അവന്റെ കൂടെ ഒറ്റയ്ക്ക് നിർത്തിയത്? കഷ്ടം. ഇനി രണ്ടിനെ എന്ത് തോന്നിയാസാവാലോ. ഒറ്റയ്ക്കല്ലേ മോനൊന്നിനെ കൊടുക്കുമ്പോ പഠിക്കും നീയൊക്കെ. ലച്ചു ഹോസ്പിറ്റലിൽ അവനൊപ്പം നിൽക്കുന്നതെന്നറിഞ്ഞു സുമതിയെ കേട്ട് അരിശം തീർക്കുകയാണ്. വന്നപ്പോ മുതൽ പ്രിയെല്ലാം കേട്ട് സുമതിയുടെ വാലും പറ്റി നിൽക്കുകയാണ്. അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം? എന്റെ മകനല്ലേ, അല്ലാ നിന്റെ മകനൊന്നും അല്ലല്ലോ. അവന്റെ കാര്യത്തിൽ കിടന്ന് തറയണം നിനക്കെന്താ അവകാശം? ലച്ചുമോൾ എന്റെ മോൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഇവളോ? അവളേക്കാൾ യോഗ്യത അവകാശവും പ്രിയക്കല്ലേ? എന്റെ മോളെ നോക്കി നിർത്തിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ കല്യാണം കൂടാന്ന് ആരും മോഹിക്കണ്ട. നടത്തിയില്ലേ സുമതി? അതിനിവിടെ നിന്റെ സമ്മതം ആർക്കും വേണ്ട. ലച്ചുവും നന്ദവും പ്രായപൂർത്തിയായ കുട്ടികളാ. നല്ലതും ചീത്തയും അവർക്കറിയാം. നിന്റെ മനസ്സിലെ ദുഷിപ്പ് കൊണ്ട് ഓരോന്ന് പറയുന്നു എന്ന് കരുതി എന്റെ മക്കൾ അങ്ങനെ കാണിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.